വരാൽ സീസണൊക്കെ തുടങ്ങി ഏതാണ്ട് പകുതി ആയപ്പോൾ നമുക്ക് കാസ്റ്റ് ഇറങ്ങുന്നത്. വേറെ ഒന്നല്ല, ഇത് ഈ കാണുന്ന ഒരു കൊറിയറിന് വേണ്ടി നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഈ കൊറിയറിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രോഗും അതുപോലെ തന്നെ ഇത് ഈ കാണുന്നൊരു ജേഴ്സി ഉണ്ടാകും. അപ്പോൾ ഈ ജേഴ്സി വരുന്നത് പ്രോഗി വരേണ്ട ജേഴ്സിന്. അപ്പോൾ അത്യാവശ്യം നല്ല കളർ പാറ്റേണും ക്യാപ്പൊക്കെ ആയിട്ട് വരുന്ന ജേഴ്സിന്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, എൻ്റെ മുഖം കാണാൻ നിങ്ങൾക്ക് അറിയാം. പിന്നെ അതിലുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലത്തെ 2 ഫ്രോഗാണ്. ഈ ഫ്രോഗിന് പ്രോഗി വരേണ്ട വാട്ടർ സ്ലൈഡർ അത്യാവശ്യം എൽ സ്പിന്നറും കാര്യമൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ 8 സെൻറ്റിമീറ്റർ നീട്ടവും 11 ഗ്രാമും ഉണ്ടാവും ഫ്രോഗിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കാസ്റ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല മീനാണ് കേട്ടോ. പിന്നെ നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ മീൻ അടിച്ചു. ഇന്ന് ചെക്കനാണ് മീൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എടുക്കുന്ന മീനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കൊരു മീൻ കിട്ടിയിട്ടുണ്ടാകും. ഞാൻ അതിൻ്റെ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അതിന് അത്ര വലിപ്പമൊന്നുമില്ല, ഒരു 10-600 ഗ്രാമൊക്കെ കാണുള്ളൂ. അങ്ങനെ നമ്മൾ അതിനെ റിമൂവ് ചെയ്ത് കൂടുതലിടുമ്പോഴേക്കും ചെക്കൻ്റെ പിന്നെ അടുത്ത മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവനാണ് ഇപ്പോൾ കൂടുതലായിട്ടും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെക്കന് ഇപ്പം തന്നെ ഒരു 3-4 മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്കിത് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ മീൻ ഇവൻ പിടിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഇവൻ്റെ അൾട്ടിമേറ്റ് പുച്ച് ഞാൻ കാണുന്നതായിരിക്കും.